ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ലിവർ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ലിവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി നമുക്ക് വീഡിയോ എങ്ങനെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ലിവർ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, നാട്ടിലൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ 1 കിലോയുടെ ഒരു പീസാണ് എൻ്റെ അടുത്തുള്ളത്. ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ലിവർ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അതുപോലെ തന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വെറും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലിവറെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണിത്. ഇവിടെ ചെറിയ ഉള്ളി എത്രത്തോളം ഇടാവോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഓൾറെഡി ലിവർ വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓവറായി പോവും. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വിസിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മളുടെ ലിവർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി ഇതൊന്ന് വറ്റി വരണം. ഇതിൽ കുറച്ച് വെള്ളം ഇപ്പം തന്നെ കൂടുതലാണ്. കണ്ടില്ല, നമ്മളിപ്പോൾ ആകെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കണം. അത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് പെട്ടെന്ന് വറ്റും, അധികം സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ പെട്ടെന്ന് വറ്റുന്നതായിരിക്കും.
ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുറച്ചുകൂടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളകും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്യാം. എത്രത്തോളം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നതോ അത്രത്തോളം ടേസ്റ്റ് ഇതിനുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ടാണ് എരിവ് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മാക്സിമം എരിവ് അല്ലെങ്കിൽ തന്നെ ഇതിനുണ്ട്. പക്ഷേ ലിവർ ഫ്രൈ എപ്പോഴും നമ്മൾ കഴിക്കുകയാണെങ്കിലും കുരുമുളക് അതുപോലെ പച്ചമുളക് അതിൻ്റെയൊക്കെ എരിവൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മളുടെ എണ്ണയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇത് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ശരി, ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴേ ഇത് കണ്ടോ, ഒട്ടും വെള്ളമൊന്നും ഇതിലില്ല. ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.